ഹായ് ഗൈസ്, നമുക്ക് കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ, അത് വളരെ എളുപ്പത്തിൽ. നമുക്ക് അങ്ങനെ കൂന്തൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വയ്ക്കാം. എന്നിട്ട് പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഞാനൊരു 3-4 ഉള്ളി എടുത്തിട്ടുണ്ട്. ചതച്ച് നല്ല രീതിക്ക് ചതച്ച് ഉള്ളി നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തീ കുറച്ചു അടി പിടിക്കാതിരിക്കാൻ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചതച്ച് ഇടണമെങ്കിൽ ഇടാം. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സവാള, ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുള്ളൂ. സവാള നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഞാനൊരു കാര്യം വിട്ടുപോയി, ഇതിലേക്ക് പൊടികളിടുന്നത് എൻ്റെ കയ്യിൽ നിന്നുള്ളത് കട്ടായിപ്പോയി. നമുക്കിതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളി ഇട്ടാൽ മതി. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം വേണമെങ്കിൽ മൂടി വയ്ക്കാം. തക്കാളി വേഗം നമുക്ക് വെന്ത് കിട്ടും. കുറച്ച് നേരം മൂടി വെച്ച് തക്കാളി വേവിക്കുക. തക്കാളി എല്ലാം നല്ല രീതിക്ക് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നല്ല രീതിക്ക് ഉടയണം തക്കാളി. ആ തക്കാളിയുടെ ഒരു കുത്തില്ലാതിരിക്കണം. പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ കൂന്തലിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ തക്കാളിയും ആ മസാലയും കൂന്തലും എല്ലാം ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്യുക. നമ്മുടെ കൂന്തൽ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കത് കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഭയങ്കര എളുപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കണം.